ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കണക്കാണ് പുറത്തുവരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ 31,000 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 4,000 വാഹനങ്ങൾ തകർന്നു എന്ന് ഇസ്രായേൽ ഇരുന്നു. ഇസ്രായേൽ സുരക്ഷിതമല്ല എന്ന് മനസ്സിലായിട്ട് ഒരുപാട് ആളുകൾ യൂറോപ്പിലേക്ക് തിരിച്ചു പോകുന്നതും നമുക്കറിയാൻ സാധിച്ചു. ഇസ്രായേൽ ഇതുവരെ നേരിടാത്ത തരത്തിലുള്ള യുദ്ധമാണ് നടന്നത്. പലസ്തീനുമായുള്ള യുദ്ധത്തിൽ ഏകദേശം 2 വർഷമായിട്ടും ഹമാസിനെ ഇല്ലാതാക്കുവാനോ ബന്ധിക്കാനോ പൂർണ്ണമായി മോചിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായ ഇറാനിനോട് അവർ ഏറ്റുമുട്ടി പരാജിതരായത്. തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബീർഷെബയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ മിസൈൽ പതിച്ചതിനെ തുടർന്ന് 3 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അധികൃതർ അറിയിച്ചു. ഇസ്രായേലിൽ സ്ഥാപിച്ചിരിക്കുന്ന യുഎസിന്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും ഇസ്രായേലിന്റെ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിയുന്നതാണ് പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നാണ് ഇറാന്റെ അവകാശവാദം. തെക്കൻ ഇസ്രായേലിലെ ഒരു പവർ സ്റ്റേഷൻ, ഹൈഫയിലെ ഒരു എണ്ണ ശുദ്ധീകരണശാല, മധ്യ ഇസ്രായേലിലെ ഒരു സർവകലാശാല എന്നിവയുൾപ്പെടെ ജനവാസ മേഖലകളിലോ നിർണായക അടിസ്ഥാന സൗകര്യ സ്ഥലങ്ങളിലോ കുറഞ്ഞത് 31 ബാലിസ്റ്റിക് മിസൈൽ ആഘാതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.